നമുക്കൊരു മുണ്ടക്കൻ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. കുറച്ച് വിറകി വെക്കണം, പിന്നെ നമുക്ക് പഴുത്തത് കുറച്ച് ചോള പറിച്ച് കഴിക്കണം, അങ്ങനെ കേട്ടോ. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ ചക്ക മുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. വീട്ടിലെ അമ്മയാണെങ്കിലും ഇവിടെ ഷാജനൊക്കെ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെയാണ് കേട്ടോ എനിക്ക് ചക്ക മുറിച്ച് തരാം. അത് കഴിച്ചോളും. ഞാൻ ചോള പറിച്ചിട്ട് ഇങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വലിയ പാടാണ്. എങ്ങനെയൊക്കെയോ ഞാൻ മുറിച്ചുണ്ടാക്കിയപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ പകുതി മുക്കാലും പൊട്ടയാണ് കേട്ടോ. കുറച്ച് ഭാഗ്യം നമുക്ക് നല്ലത് കിട്ടിയിട്ടുള്ളൂ. എൻ്റെ പ്രതീക്ഷ ആകെ പോയി. എന്നാലും വേണ്ടില്ല, എനിക്ക് ചക്കച്ചോള കഴിക്കാൻ കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാനതൊന്ന് നല്ല നല്ല ചുളകളൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് കേട്ടോ. നമുക്ക് ഒരു നേരമൊക്കെ കൊതുക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചുളയ്ക്ക് അതിനൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിന് കളയേണ്ട അവസ്ഥ വന്നു. അത്രയും പൊട്ടയായിരുന്നു താഴെ ഭാഗത്തേക്ക് മൊത്തം. ഇനി എന്തായാലും വേണ്ടില്ലേ, ചക്കച്ചോളം ഉണ്ടാക്കിയതല്ലേ വിചാരിച്ച് ഞാൻ ഒരു കട്ടനും കൂടെ ഇട്ടു കേട്ടോ. പുറത്താണെങ്കിൽ ഇപ്പോൾ രാത്രി മഴ, നല്ല രസമുള്ള കാലാവസ്ഥയായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇന്ന് ഇറങ്ങാനേ പറ്റിയിട്ടില്ല. രാവിലെയാണോ ഉച്ചയാണോ വൈകുന്നേരമാണോ എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. എപ്പോഴും ഒരേപോലെ മൂടി പിടിച്ച് ഒരു 6-6:30 ആയ പോലെ തോന്നും എപ്പോഴും കേട്ടോ. അതാ പുറത്തിറങ്ങിയപ്പോൾ അടിപൊളി മഴ. ഞങ്ങൾ ഉമ്മറത്തൊക്കെ ഇരുന്നിട്ട് ചക്കച്ചോളയും കട്ടൻ ചായയും കൂടെ ഞാനും കണ്ണൻകുട്ടിയും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാനുണ്ട്. അവനൊന്നും വലിയൊരു മൂടൊന്നുമില്ല. എന്താ വെച്ചാൽ ഫോൺ നോക്കാൻ കൊടുക്കാത്തതിൻ്റെ